കഴിച്ചിട്ട് ഇതാക്കണേ ഞാൻ കാടിയിൽ പിന്നെ ചില്ലി ചിക്കൻ മസാല ചേർത്തുകൊണ്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടോ. ഒന്നും കൂടി കുഴച്ചിങ്ങനെ വെച്ചുകൊണ്ട് പിന്നെ എടുത്ത് വെച്ചതൊന്നുമില്ല കേട്ടോ. പിന്നെ നേരെ പൊരിക്കാനുള്ള ചട്ടി എടുത്ത് കഴുകി അടുപ്പത്ത് വെച്ച് കത്തിച്ച് നേരെ വെളിച്ചെണ്ണ ഒഴിച്ചങ്ങാണ്ട്, വെളിച്ചെണ്ണ ഞാൻ പാകത്തിന് ഒഴിക്കുള്ളൂ, മുങ്ങി പൊരിക്കാൻ മാത്രമൊന്നും ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കലില്ല. അപ്പോൾ ഇതാ പാകത്ത് ഒഴിച്ചങ്ങാണ്ട് ഞാൻ ഇതാ കാടയിലിട്ടുങ്ങാണ്ട് പൊരിച്ചെടുക്കുകയാണ്. ഒരു ഭാഗം വന്ന് കഴിഞ്ഞപ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ടുങ്ങാണ്ട് പൊരിച്ചെടുത്തു. ലാസ്റ്റ് ഞാൻ എന്തായിട്ട് എൻ്റെ കയ്യിൽ വെള്ള എള്ളുണ്ടായിരുന്നു, അതും കൂടി ഇട്ടെടുത്തിട്ടോ. അപ്പം ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുത്തപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക്. കാണാനൊക്കെ ഭംഗിയുണ്ട്, എനിക്കറിയില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എനിക്കറിയില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, എല്ലാവരും പറയലുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കാട പൊരിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ചോറും ഇതാക്കണം. ചോറ് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കാട പൊരിച്ചത് റെഡിയായി.